നമസ്കാരം. പെരികമന ശ്രീനാഥ് നമ്പൂതിരി. വിഷു കാലഘട്ടമൊക്കെയാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി ആലോചിക്കുന്നു. അതെന്തായാലും അതിനൊരു സ്വസ്ഥമായിട്ടുള്ളൊരു സമയവും കിട്ടിയില്ല. എന്തായാലും വിഷു ഫലത്തോട് കൂടിയിട്ട് ഒരു വീഡിയോ ആരംഭിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വിഷുവർഷ സംക്രമമാണ് ഇന്ന് 2024 ഏപ്രിൽ മാസം 13-ാം തീയതി രാത്രി 9:03 കൂടിയിട്ട് മിഥുനക്കൂറിലെ മകീരൻ നക്ഷത്രത്തിൽ 4-ാം പാദത്തിലാണ് വിഷുവത് സംക്രമിക്കുന്നത്. ആ ഒരു സംക്രമ ഫലം എന്നുള്ളത് ഒട്ടുമിക്ക ഗ്രഹചാരവശാലും നോക്കുമ്പോൾ ഒരു വർഷത്തേക്കുള്ള വൈഷുവത ഫലത്തെയാണ് പറയാം. നമുക്കറിയാം, വർഷത്തിൽ 2 വിഷു സംക്രമങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന് തുലാവത്തിലും അതോടൊപ്പം തന്നെ ഒന്ന് മേഷത്തിലുള്ള ഈ നമ്മൾ എല്ലാവരും കൊണ്ടാടുന്നതായ ഈ വിഷു ആഘോഷം. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് കാർഷിക ഉത്സവം കൂടിയാണ് ഈ വിഷു എന്നുള്ളത്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അതോടൊപ്പം ഒട്ടനവധി ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഒരു മധ്യവേനൽ അവധിയോടുകൂടി അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഇടവപ്പാതികളോടുകൂടി അനവധി വാണിജ്യ കൃഷി രംഗത്ത് ഒരുപാട് നേട്ടങ്ങളും ഭാവിയിലേക്കുള്ള അനവധി ചിന്തകളും ഒക്കെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്നതാണ് വിഷുവിനെ സംബന്ധിക്കുന്ന ഓർമ്മകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ ജ്യോതിഷ സംബന്ധമായി ചിന്തിക്കുമ്പോൾ മേഷാദി ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയിൽ മേടക്കൂറുകാരെയും അതോടൊപ്പം തന്നെ 12 കൂറുകാരെ സംബന്ധിച്ചുള്ള സഞ്ചാര ഫലത്തിൽ വളരെയധികം ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ ഈ വിഷു സംക്രമ ഫലത്തിൽ ആചാര്യന്മാർ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് നോക്കാം ഈ ഒരു വിഷുവർഷ സംക്രമ ഫലം എങ്ങനെയാണ്. പൊതുവെ വളരെയധികം ശുഭഫലത്തെ തന്നെയാണ് കൂടുതൽ കൊണ്ടുതരുന്നത് ഈ ഒരു വാർഷികം കൊണ്ട്. അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന കാർത്തിക നക്ഷത്രക്കാരെ മുഴുവനായിട്ടും ശ്രദ്ധിക്കാവുന്നതാണ്. ആ മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടം രാശിയിൽ തന്നെ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്ട് മെയ് മാസം വരെ വ്യാഴത്തിൻ്റെ ഒരു സ്വക്ഷേത്രഗതി ആ ഒരു വളരെയധികം ആനുകൂല്യങ്ങൾ എല്ലാ വിഷയത്തിലും ദൈവാധീന വിഷയങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ വാഹനാദികളിലും മറ്റും കുടുംബജീവിതത്തിലും മറ്റും വളരെയധികം പുരോഗതി. കാര്യം കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയുള്ളവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ഒരു വിഷുവത സംക്രമം എന്നുള്ളത് വളരെയധികം അനുകൂലത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ 3-ാമത്തെ രാശി മിഥുനൻ രാശിയിലാണ് സംക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കന്നിമാസത്തോടുകൂടി ചിങ്ങം കന്നിയോടുകൂടിയിട്ട് തന്നെ അല്പസ്വല്പം ആരോഗ്യ ക്ലേശങ്ങളൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടായിക്കൂടാതെ കണ്ട് ഇല്ല. എങ്കിൽ വർഷ അവസാനത്തോടുകൂടി ഈ ഒരു അടുത്ത വർഷം 2025 ഒരു ആദ്യ കാലഘട്ടത്തോടു കൂടിയിട്ട് വളരെയധികം മാറ്റങ്ങൾ, അതായത് ആ ശനിയുടെ സഞ്ചാരവും കൂടി അവിടുന്ന് മാറുന്നതോടുകൂടി 11-ാം ഭാവത്തിലുള്ള ശനിയെ കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങളൊക്കെ മാറിക്കൊണ്ട് അനുകൂലത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറുന്നതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ മാത്രമല്ല ശനിയുടെ ചാരവശാലുള്ള ദോഷവും വളരെയധികം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ബുധൻ്റെ ഒരു അനുകൂലം, അതോടൊപ്പം തന്നെ വിദ്യാകാര്യങ്ങളിലും മറ്റും ഈ ഒരു വർഷത്തോടുകൂടി തീരുമാനിച്ച വിഷയങ്ങളിൽ നമുക്ക് ഒരു തലത്തിൽ എത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിചാരിച്ച കോഴ്സുകളിലും മറ്റും നമുക്ക് സ്ഥാനലഭ്യതയൊക്കെ ഈ ഒരു വർഷത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലത്തിൽ തന്നെയാണ്. ഈ വിഷു സംക്രമം വളരെയധികം അനുകൂലത്തിൽ കാണുന്നു. അത് ജീവിതത്തിൽ വളരെയധികം നന്മകളെ കൊണ്ടുവരുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു സംക്രമ ഫലം എന്നുള്ളത് പൂർണ്ണമായി അനുകൂലമല്ലെങ്കിലും ഈ വ്യാഴത്തിൻ്റെയും അതോടൊപ്പം തന്നെ ബുധൻ്റെയും ഒരു യോഗം വളരെയധികം അനുകൂലത്തിലേക്ക് വരികയാണ്. അതായത് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് ജൂണോട് കൂടിയിട്ട് വളരെയധികം അനുകൂല കാലം ആരംഭിക്കുക. വിഷു സംക്രമകാലം ഒരു അത്ര അനുകൂലമായി കാണേണ്ടതില്ല. എങ്കിൽ തന്നെയും വാഹനാദി വിഷയങ്ങളിൽ ഒരു അനുകൂല സ്ഥിതിയും ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ ഒന്ന് പുരോഗതി ആർജിക്കുകയും അതോടൊപ്പം തന്നെ ശത്രുക്കളിലുള്ള വിജയം, അതായത് കാര്യ തടസ്സങ്ങളിലുള്ള വിഷയങ്ങളൊക്കെ അനുകൂലത്തിലേക്ക് വരുന്നതായ ഒരു യോഗം കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കർമ്മ മേഖലകളിൽ അല്പസ്വല്പം ക്ലേശം ഈ ഒരു മധ്യകാലഘട്ടത്തിൽ, അതായത് കന്നി തുലാവ മാസത്തോടു കൂടിയിട്ട് കർമ്മ മേഖലകളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ഒരു സാധ്യത ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. എങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു അവധി കഴിഞ്ഞിട്ടുള്ള പുതിയൊരു കാലഘട്ടം വളരെയധികം ഉന്മേഷത്തോടു കൂടിയും വളരെയധികം ഉത്സാഹത്തോടു കൂടിയും വിദ്യയെ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രമല്ല ഈ ഒരു ഇടക്കാലവും അവർക്ക് ഈ ബുധൻ്റെ
11ാം ഭാവത്തിലുള്ള ബുധൻ്റെ ഈ ഒരു അനുകൂല കാലഘട്ടം ഇപ്പോഴിതാ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് ലഗ്നസ്ഥിതിയിലേക്ക് വരുന്നത് വരെ ഇനി വരുന്ന ഈ ഒരു കാലഘട്ടം ഒരു ചിങ്ങം കന്നി മാസം വരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം നല്ലൊരു അവസ്ഥയാണ്. അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ആ കാലഘട്ടം വരെയൊക്കെ ഒരു അർദ്ധവർഷ പരീക്ഷ സമയം വരെയൊക്കെ വളരെയധികം ഉന്മേഷത്തോടുകൂടി പഠിക്കാൻ ഈ ഇടവക്കൂറിലുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടൊക്കെ കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ഒരു വർഷം 24 വളരെയധികം ഓർമ്മകൾ നൽകുന്നതായിരിക്കും, സന്തോഷത്തിൻ്റെ ഓർമ്മകൾ നൽകുന്നതായിരിക്കും എന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ വിഷയങ്ങൾ ഈ ഒരു വർഷം അത്രയധികം നമ്മെ അലട്ടുന്നതില്ല. ഈ ഒരു മെയ് മാസത്തോടു കൂടി പറഞ്ഞുവല്ലോ, ആ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി വന്നു കഴിഞ്ഞാൽ ആരോഗ്യസ്ഥിതികളിൽ വളരെയധികം റിലീഫ് കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷ സംക്രമഫലം ഇതാണ്. ഇത് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമാറാകട്ടെ. നന്ദി. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു വിഷുവർഷ സംക്രമഫലം എന്നുള്ളത് അവരെ സംബന്ധിച്ച് മിഥുനക്കൂറിൽ തന്നെയാണല്ലോ സംക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ ക്ലേശങ്ങൾ മാറി വരുന്നതിന് വളരെയധികം അനുകൂലമുള്ള ഒരു കാലാവസ്ഥയാണ്. ആരോഗ്യ ക്ലേശങ്ങളൊക്കെ മാറി വരുന്നതാണ്. അതോടൊപ്പം തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 11ാം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി 12ാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി പിന്നെ അല്പസ്വല്പ സാമ്പത്തിക കാര്യങ്ങളിലും അല്ലെങ്കിൽ നിത്യനിദാന വിഷയങ്ങളിലൊക്കെ അവനവൻ്റെ എല്ലാ ഒരു വ്യക്തിത്വത്തിലും മറ്റും ഒക്കെ ഒരു ചെറിയൊരു തളർച്ച ഈ ഒരു പിന്നെ മെയ് മാസം കഴിഞ്ഞ് ജൂൺ ജൂലൈയോട് കൂടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ തന്നെയും വാഹന വിഷയങ്ങളിൽ അല്പസ്വല്പം ക്ലേശതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മാറിക്കിട്ടാവുന്നതേ ഉള്ളൂ. വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനവധി ഉണ്ടാവാനുണ്ട്. വാഹനം വാങ്ങുക വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നിത്യം വാഹനം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചുള്ള അനവധി ബുദ്ധിമുട്ടുകളും മറ്റും പറയാറുണ്ട്. എങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്പസ്വല്പം ഒന്ന് പ്രതീക്ഷിച്ച് നീങ്ങേണ്ടുന്ന ഒരു വർഷവും കൂടി തന്നെയാണ്. എങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം പുരോഗതി തന്നെയാണ് ഈ ഒരു വർഷം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. ആ ബുധൻ്റെ സ്വക്ഷേത്ര ഗതി വരെയുള്ള സഞ്ചാരം, അതായത് ഈ ഒരു വർഷ കാലഘട്ടത്തിനുള്ളിൽ ആ ബുധൻ സ്വക്ഷേത്രത്തിലൂടെ സഞ്ചരിച്ച് ചിങ്ങൻ രാശി വരെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു വർഷം ഏറെക്കുറെ നമുക്ക് കഴിഞ്ഞു കിട്ടും. ആ ഒരു കാലഘട്ടം വളരെ അനുകൂലമാണ്. വിദ്യാസംബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിചാരവും ആ ഒരു അനുകൂലവും എപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടാവും എന്നുള്ളതാണ് വളരെയധികം. വിദ്യാർത്ഥികളാവുമ്പോൾ വിദ്യയെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലിരിക്കുക. അങ്ങനെയെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിത്യ വേതനത്തിന് ജോലി ചെയ്യുന്ന അനവധി ആൾക്കാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു കർക്കടകം ചിങ്ങം കന്നി മാസങ്ങളിലൊക്കെ ആദ്യ പകുതി കഴിഞ്ഞിട്ട് രണ്ടാം പകുതി ഈ വർഷത്തിൻ്റെ തുടങ്ങുമ്പോൾ ആരോഗ്യ ക്ലേശങ്ങൾ എന്ന് പറയാം. കാര്യം ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, വാതപിത്ത ആദികോപാത്, വാദസംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊന്ന് മൂർച്ഛിക്കുന്നതിനോ അതിനൊക്കെ ഉള്ള ഒരു കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ തന്നെ രക്ത സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ശനിയോട് കൂടിയിട്ടുള്ള ഈ ചൊവ്വയുടെ ഇപ്പോഴത്തെ ഗതി മാറുമ്പോഴും ഇനി ആ ചൊവ്വ സ്വക്ഷേത്രത്തിലെത്തുമ്പോഴും എങ്കിൽ ജാതകവശാൽ ചൊവ്വയുടെയും കേതുവിൻ്റെ അപഹാരവും കേതുവിൽ ചൊവ്വയുടെ അപഹാരവും ഒക്കെ ഉള്ള ഒരു മിഥുനക്കൂറുകാരുണ്ടെങ്കിൽ ഈ വർഷം ഒന്ന് വേണ്ടതുപോലെ യഥാവിധി ജാതക പരിശോധനയൊക്കെ ചെയ്ത് ഒരു ഗ്രഹബലത്തെ കൂട്ടേണ്ടതാണ്. എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു വർഷം വളരെ അനുകൂലത്തിൽ തന്നെ കടന്നു പോകുന്നതാണ്. വർഷമധ്യത്തോടു കൂടിയിട്ട് ഏറെക്കുറെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടൊക്കെ കൂടിയിട്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്പസ്വല്പ ക്ലേശതകളും മറ്റുമൊക്കെ ഉണ്ടായിക്കൂടാതെ കിട്ടില്ല. എങ്കിൽ തന്നെ സന്താന യോഗങ്ങൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷത്തിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു വർഷവും കൂടിയാണ്. എങ്കിൽ തന്നെയും അനവധി കൃഷിസ്ഥലങ്ങൾ വാങ്ങുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായി വരുന്നതൊക്കെ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വർഷം അനുഭവമായിട്ട് വരുന്നതായി കാണാം. എങ്കിൽ ജോലിയിൽ സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം പുരോഗതിയിലൂടെ തന്നെ നീങ്ങുന്നതും ബിസിനസ് ആരംഭിക്കുന്നവരെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പറായിട്ടുള്ളവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് ഇത് ഈ മിഥുനക്കൂറുകാർക്ക് കാണുന്നതാണ്. വെറുതെ ഒരു ഫലം പറഞ്ഞ് സന്തോഷിപ്പിക്കല്ല. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, തിരുമേനി പറയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. നമുക്കത് കേൾക്കുമ്പോഴതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം. എല്ലാം ഈ മനസ്സിനെ ഡിപ്പെൻഡൻ്റാണ്. നമുക്കിതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും മനസ്സതിലൊക്കെ നമുക്ക് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ സാധിക്കണം. അതിന് നല്ല നല്ല ശുഭ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പുണർദം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന ഈ കൂറുകാരുടെ ഈ ഒരു വിഷുവർഷ സംക്രമം മിഥുനക്കൂറിലാണ് സംഭവിക്കുന്നത്. എങ്കിലും പുണർദ നക്ഷത്രത്തിൽ ഇതിൽപ്പെട്ട നക്ഷത്രത്തിൽ തന്നെയാണ്
ഏറെക്കുറെ രാശി ഫലങ്ങളും രാശി സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതൊക്കെ ഏകദേശം ഒരു ചെറിയ ഒരു മാറ്റത്തോടു കൂടിയിട്ടാണ് 12 രാശിയിലേക്കും സഞ്ചരിക്കുക. അതിനനുസരിച്ച് തന്നെയായിരിക്കും മനുഷ്യരുടെ സ്വഭാവവും അതത് നക്ഷത്രത്തിലുള്ളവരുടെ. എങ്കിൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷ സംക്രമ ഫലം എന്നുള്ളത് 3-ാം ഭാവത്തിൽ കേതുവും അതോടൊപ്പം തന്നെ സംക്രമ സമയത്ത് ഇതാ വ്യാഴം കർമ്മക്ഷേത്രത്തിലും വളരെയധികം അനുകൂലത്തിലേക്ക് അവിടത്തേക്ക് കർമ്മത്തിലേക്ക് ബുധൻ്റെ ഒരു സഞ്ചാരം ഇപ്പോൾ സാധ്യമാവുന്നു. വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഈ ഒരു വർഷം വ്യാഴ സഞ്ചാരം തന്നെ വളരെയധികം അനുഭവത്തിൽ വരുന്ന ഒരു കൂറുകാരാണ് കർക്കിടകക്കൂറുകാരും ചിങ്ങക്കൂറുകാരും ഒക്കെ. അവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലം തന്നെയാണ് ആദ്യം പറയേണ്ടത്. സ്വസ്ഥ ജീവിതത്തിലേക്ക് അനവധി ആൾക്കാർ നീങ്ങുന്നതിനുള്ള ഒരു കാര്യമായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എങ്കിൽ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള അനുഭവ സമ്പത്ത് കൂടുന്നതായിട്ട് കാണാം. വാഹന സമ്പത്ത് ധാരാളം വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൊക്കെ ഒരു തീരുമാനമാകുന്നത് ഈ ചൊവ്വയുടെ ഒരു സഞ്ചാരം മാറുന്നതോടു കൂടിയിട്ട് ആ ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ ഒരു മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി എന്നുള്ളത് കർമ്മക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു വർഷാവസാനം വരെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കേണ്ടതാണ് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചു. എങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഒരു ആദ്യ ഭാഗം ഒന്ന് കടന്നു കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പുതിയ ഒരു കലാലയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വരുന്നവരുണ്ടാവാം. കുട്ടികളെ സംബന്ധിച്ച് അത്ര ഒരു ബ്രൈറ്റായിട്ട് കാണില്ല ഈ ഒരു വിഷുവർഷ ആദ്യത്തെ ഒരു മൂന്ന് മാസത്തോളം, ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തോളം. എങ്കിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ വളരെയധികം അനുകൂലം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്കും അനുകൂല കാലഘട്ടം തന്നെയാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കാണാൻ വേണ്ടി സാധിക്കുക. സമ്പത്തുകൾ ധാരാളം വരുന്ന ഒരു വർഷമായിട്ട് കാണും. എങ്കിൽ ആ ശനിയുടെ ചാരവശാൽ 2025 വരെ ശനിദോഷം പൂർണ്ണമായിട്ട് മാറുന്നില്ല. എങ്കിൽ തന്നെയും ആ ഒരു ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും മറ്റും വളരെയധികം നല്ലതാണ്. ഈ ഒരു വർഷം പൂർണ്ണമായി അതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷ സംക്രമ ഫലം എന്നുള്ളത് സാമ്പത്തികമായി ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു വർഷം ആരംഭത്തിൽ ഉണ്ടാവുക. എങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി വരുന്നതായിട്ട് കാണാം. എങ്കിൽ തന്നെയും ഈ വർഷത്തിൻ്റെ ഒരു മധ്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ 2-3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി വരുന്നതും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള പൂർവികമായ കുറേ ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പൂർവ്വ സമ്പത്തും നമുക്ക് തന്നെ കിട്ടേണ്ടതായിട്ടുള്ള പല സമ്പത്തുകളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചിന്തിക്കുന്നവർക്കും ദാമ്പത്യത്തിലേക്ക് കടന്നിട്ടുള്ളവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ട് തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വർഷം കടന്നു പോകും. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ രാശിഫലങ്ങളൊക്കെ കേട്ടാൽ അറിയാം, ഈ ഒരു വർഷം പൊതുവെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും അശ്രദ്ധ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ ഈ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതികളെ കൊണ്ടുതരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ഈ ഒരു വർഷത്തിൽ അധികം കർമ്മ മേഖലകളിൽ പുരോഗതിയോടൊപ്പം ചില സന്ദർഭത്തിൽ മധ്യകാലഘട്ടത്തോടു കൂടിയിട്ട് ഈ വർഷ അന്ത്യത്തോടു കൂടിയിട്ട് സെപ്റ്റംബർ ഒരു വർഷത്തോടു കൂടിയിട്ട് വളരെയധികം ആരോഗ്യ ക്ലേശങ്ങളും ചെറിയ തോതിൽ വന്നു ചേരാം എന്നും കൂടി ഉറപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൂടി ഉണ്ടാവണം എന്നും പ്രാർത്ഥിക്കണം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷ സംക്രമം ആരംഭിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുകൂല സ്ഥിതി 7-ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ വിഷുവർഷ സംക്രമം ഏപ്രിൽ മെയ് ജൂൺ മാസത്തോളം വളരെ അനുകൂലത്തിൽ തന്നെ ആദ്യ കാലഘട്ടം വളരെ അനുകൂലമായി തന്നെ കാണുന്നു. അത് ഈ ഒരു സംക്രമ ഫലവും കൂടി വളരെ നല്ലതാണ്. എങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം രണ്ടാമതൊരു കാലഘട്ടം, അതായത് ഒരു മധ്യകാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനത്തിൻ്റെ ഒരു നേരിയ ഒരു കുറവ് വന്നേക്കാം. ദൈവിക വിഷയങ്ങളിലൊക്കെ ഒരു വൈമുഖ്യം നമുക്കുണ്ടായേക്കാം. മാനസികമായി ഒരു താല്പര്യമില്ലായ്മയൊക്കെ തോന്നിയേക്കാം. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ആ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരസ്ഥിതി അഷ്ടമസ്ഥിതിയിലേക്ക് പോകുന്നതോടുകൂടി ആരോഗ്യ ക്ലേശങ്ങളും ചിലപ്പോൾ അലട്ടിയേക്കാം. ജലജന്യപ്പെട്ടിട്ടുള്ള രോഗങ്ങളാവട്ടെ, രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാവട്ടെ,
അസ്ഥി സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും നേത്ര സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു കന്നിക്കൂറുകാർ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് ഈ ഒരു വർഷം. എങ്കിൽ തന്നെയും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. വിവാഹം ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം, സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന അനുകൂലം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ നമുക്കിതിനെ മനസ്സിലാക്കാം. കാര്യം ഈ ഒരു വർഷം ആരംഭിക്കുന്നത് വളരെയധികം ഈശ്വരാധീനത്തോടു കൂടിയിട്ടാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മമേഖലയിൽ വളരെയധികം പുരോഗതി തന്നെ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു വർഷം തന്നെയാണ് വിഷുവർഷ സംക്രമം. ആ ഒരു കർമ്മരാശിയിലൊന്നും അത്രയധികം ബുദ്ധിമുട്ട് ഗ്രഹചാരവശാൽ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് വളരെയധികം വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി, ദൈവിക അനുകൂലം വളരെയധികം. ദൈവിക അനുകൂലമാണ്. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം. ആ ഒരു ദൈവാധീനത്തെയാണ് നമ്മൾ ഈ രാശിയിലൂടെ ജ്യോതിഷത്തിലൂടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിവാദമാകുന്നതും ജ്യോതിഷവും. അപ്പോൾ ഈ ഒരു വർഷം മുഴുവനായിട്ടും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ദൈവിക അനുകൂലതയിൽ പൂർണ്ണമാക്കാൻ വേണ്ടി സാധിക്കും. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ശനിയുടെ അതികഠിനമായ ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിലും മാനസികമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വിഷുവർഷ സംക്രമഫലം വളരെ അനുകൂലത്തിലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. 7ാം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി വളരെയധികം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കിട്ടും. അത് ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുതരും. അതോടൊപ്പം തന്നെ വിദ്യാവിഷയങ്ങളിലൊക്കെ 7ാം ഭാവത്തിലേക്ക് ഈ ഒരു ബുധൻ്റെ സഞ്ചാരം വരുന്നതോടു കൂടിയിട്ട് ഈ ഒരു വർഷ ആരംഭം കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അനവധി തീരുമാനങ്ങൾ എടുക്കുന്നതിനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുന്നതിനൊക്കെ സാധ്യമാകുന്ന ഒരു വർഷമാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം പുരോഗതിയാണ്. എങ്കിൽ കർമ്മമേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കർമ്മമേഖലയിൽ അത്രയധികം ഉദ്ദേശിച്ച ഒരു ഫലം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല ഈ ഒരു വർഷം. എങ്കിൽ ബിസിനസ്സായിട്ട് നീങ്ങുന്നവരെ സംബന്ധിച്ച്, പുരുഷന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലത്തിലാണ് കർമ്മമേഖല. കാര്യം ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്കാണ് എപ്പോഴും ഈ തുലാവക്കൂറുകാരെ അനവധി ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഈ ചിത്തിര ചോതി തുടങ്ങിയതായ അത്തം ചിത്തിര ചോതി നക്ഷത്രങ്ങളിലൊക്കെ പെട്ടിട്ടുള്ളവർ വളരെയധികം ഈ ബിസിനസ് രംഗത്തൊക്കെ വളരെ തിളങ്ങി നിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രസിദ്ധരായിട്ടുള്ള പല ആൾക്കാരുടെയും നക്ഷത്രങ്ങൾ ഇതിൽ പെടുന്നതാണ്. അങ്ങനെ ഇരിക്കെ അങ്ങനെയുള്ള മേഖലകളിലാണ് കുറച്ചുകൂടി ശോഭിക്കുക. മറ്റുള്ള ജോലി കാര്യങ്ങളിൽ അത്രയധികം ശോഭിക്കാൻ സാധ്യതയില്ല ഇവർ. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വാഹനം കിട്ടുന്നതിനും വാഹനം വാങ്ങുന്നതിനും വാഹനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തീരുന്നതിനും ഒക്കെയുള്ള ഒരു അനുകൂല കാലഘട്ടമാണ്. പുതിയ ഭവനങ്ങൾ വാങ്ങുന്നതിനും പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിനും വീട് മാറുന്നതൊക്കെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ഭൂമി വാങ്ങുന്നതിനും എടുക്കുന്നതിനൊക്കെ ഈ ഒരു വർഷം മുഴുവനായിട്ടും ഈ തുലാവക്കൂറുകാരെ, മുഴുവൻ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ദിവസങ്ങളല്ല, നല്ലതുപോലെ ഈശ്വരാധീനത്തോടു കൂടി നന്മ ചിന്തിച്ച് നല്ലതുപോലെ അധ്വാനിക്കുക. അപ്പോൾ അതിനൊക്കെ പൂർണ്ണതയായിട്ട് വരും. ഈ തുലാവക്കൂറുകാർക്ക് വളരെയധികം അനുകൂലത്തിൽ കൊണ്ടെത്തിക്കട്ടെ. വിശാഖക്കൂറിൽപ്പെട്ടിട്ടുള്ളവരുടെ ഈ ഒരു വിഷുവർഷ സംക്രമത്തിൽ 6ാം ഭാവത്തിലുള്ള വ്യാഴത്തോടു കൂടിയിട്ടാണ് സഞ്ചാരം ആരംഭിക്കുകയെങ്കിൽ ആദ്യത്തെ ഒരു 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലത്തിലാണ്. ആ വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായ ഒരു അനുകൂലം ഈ അടഞ്ഞു കടന്നിരിക്കുന്ന പല പല പദ്ധതികളും തുറക്കുന്നതിനും ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ കുറേ നാളുകളായി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന അസുഖങ്ങളൊക്കെ വിട്ടുമാറുന്നതിനുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ അകാരണമായ പല പല അസുഖങ്ങൾ പറയുന്നവരാണ് ഇപ്പോൾ വരുന്നവർ പറയുന്നത് കേൾക്കാം. ഇപ്പം ഡോക്ടർമാരുടെ അടുത്ത് മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പല അസുഖങ്ങളും ജ്യോത്സ്യന്മാരുടെ അടുത്താണ് പറയും. എത്ര ഡോക്ടർമാരെ കൊണ്ടും ചികിത്സിക്കാൻ സാധിക്കാത്ത വയറുവേദന, ഇതൊക്കെ മനസ്സിനെ ബാധിക്കുകയാണ് വളരെയധികം. അത് ഈ ഗ്രഹസഞ്ചാരം കൊണ്ട് എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും രോഗാത് ഹരതി രോഗം നക്ഷത്രാത് ഹരതി പാപം, യോഗം കൊണ്ട് രോഗങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധിയായ യോഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. അടഞ്ഞു കടഞ്ഞിരിക്കുന്ന ആ ദൈവാധീനം തുറക്കുന്നത് പോലെ വളരെയധികം ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ആരോഗ്യ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. എങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങൾ ഈ ഒരു വർഷം കുടുംബജീവിതത്തിൽ വന്ന് ചേർന്നേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളില്ലാതെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വർഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്കും. വിവാഹം മുടങ്ങിയിട്ടുള്ളവർക്കും വിവാഹം
വിവാഹം ബുദ്ധിമുട്ടാവുന്നവർ, അങ്ങനെ അനവധി ആൾക്കാർ തടസ്സങ്ങൾ പറയുന്ന അവർക്കൊക്കെ ഒരു അനുകൂലം വരുന്ന ഒരു ഈശ്വരാധീനം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, വിഷുവർഷ സംക്രമ ഫലം എന്ന് പറയുന്നത്. എങ്കിൽ തന്നെ വാഹനാദി വിഷയങ്ങളിലൊക്കെ വളരെയധികം അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭവന നിർമ്മാണത്തിനും ഭവനം മാറുന്നതിനും മറ്റൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്ര വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ ഒരു വർഷം വിദേശത്ത് പഠിക്കുന്നതിനും വിദേശത്ത് സഞ്ചരിക്കുന്നതിനൊക്കെ ഈ ഒരു വർഷം അവസാനത്തോടു കൂടിയിട്ട് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി പൂർണ്ണമാകും. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. ഈ വർഷം നന്മയുടേതായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിലുള്ള വിഷുവർഷ സംക്രമ ഫലം എന്ന് പറയുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ കേന്ദ്ര യോഗത്തോടു കൂടിയിട്ടാണ്. ചതുർത്ഥസ്ഥിതനായ ആ ഒരു വ്യാഴം 5ാം ഭാവത്തിലും പിന്നീട് അത് 6ാം ഭാവത്തിലേക്ക് ഒരു വിക്രമസ്ഥാനത്തേക്കും ഒരു ഷഷ്ഠഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഈശ്വരാധീനത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈശ്വരാധീന കുറവ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വർഷവും കൂടിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം സ്വസ്ഥ ജീവിതത്തിൽ പൂർണ്ണമായി കിട്ടാം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ആത്മസംഘർഷങ്ങൾ അനവധി ചിന്തിക്കേണ്ടുന്ന ഒരു വർഷം തന്നെയാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. മാനസിക ക്ലേശങ്ങളും അനവധി വൈരാഗ്യങ്ങളും അനവധി വിഷയങ്ങളിൽ വൈരാഗ്യവും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു വർഷമായിട്ട് കാണാം. വാശിയും മത്സരവും ഒക്കെ ഉണ്ടാകുന്ന വിഷയമാണ്. സ്വജനങ്ങളുമായിട്ടുള്ള ഒരു സ്വസ്ഥത കുറവ് ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. എങ്കിൽ വർഷ ആരംഭത്തിൽ വളരെ അനുകൂലം തന്നെയാണ്. മെയ് ജൂൺ മാസത്തോളം ഏറെക്കുറെ ഈശ്വരാധീനം തുലവും ഗണ്യമായി തന്നെ കാണുന്നുണ്ട്. ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളില്ലാതെ വിചാരിച്ചതുപോലെ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെ ഭൂമി സംബന്ധപ്പെട്ട വിഷയങ്ങളിലാവട്ടെ. അതോടൊപ്പം തന്നെ വിവാഹ വിഷയങ്ങളിൽ വളരെയധികം അനുകൂലമായി കാണുന്നു. അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതാണ് ഇവരുടെ വിവാഹ ജീവിതവും ആലോചന പോലും. എങ്കിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പ്രേമ വിവാഹം പോലുള്ളതൊക്കെ അനവധി ഉണ്ടാവുന്ന ഒരു കാലഘട്ടവും കൂടിയായിട്ട് മനസ്സിലാക്കാം. എങ്കിൽ കർമ്മ മേഖലയിൽ വളരെയധികം മത്സര ബുദ്ധിയോടുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്കൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. ഒരു ഉത്സാഹത്തോടു കൂടി നീങ്ങേണ്ടുന്ന ഒരു വർഷമാണ്. കുറച്ച് ചെറിയ വെല്ലുവിളികൾ ജീവിതത്തിൽ വന്നേക്കാവുന്നതാണ്. എങ്കിൽ തന്നെ തീരെ കണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടവുമല്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലം തന്നെയാണ്. കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വളരെ നല്ലതാണ്. എങ്കിലേ അവർ കുറച്ചുകൂടി എനർജറ്റിക്കായിട്ട് നീങ്ങുള്ളൂ. അതിന് വേണ്ടുന്ന ഒരു ചടുലതയോട് കൂടിയിട്ട് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ ധനുക്കൂറുകാർ ആ ഒരു ശ്രദ്ധയും കൂടി ഉണ്ടാവട്ടെ. മകരക്കൂറുകാരെ സംബന്ധിച്ച് ജന്മക്ഷേത്രത്തിൽ ശനി 2ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാഴം 4ാം ഭാവത്തിൽ 3ാം ഭാവപതിയായ സഹായപതിയായ വ്യാഴം തന്നെയാണ്. അപ്പോൾ ആ സർവേശ്വരകാരകൻ്റെ ഒരു അനുകൂലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വർഷം ആരംഭിച്ചാൽ ആ ഒരു വർഷത്തിൻ്റെ പകുതിയോട് കൂടിയിട്ട് ഈ ധനുക്കൂറുകാരെ പോലെ തന്നെ ഈ മകരക്കൂറുകാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയുടെ ഒരു ജന്മശനിയുടെ ഒരു ഫലം തന്നെയാണ് ആ സ്വക്ഷേത്രത്തിലുള്ള ശനി എന്ന് പറയുമ്പോൾ ആ ഒരു പൂർണ്ണത കിട്ടായ്മ, എല്ലാ വിഷയത്തിലും ഒരു പൂർണ്ണത കിട്ടായ്മയോ അല്ലെങ്കിൽ ഒരു അവസാന സമയത്ത് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ, വിവാഹ ജീവിതമാവട്ടെ അവനവനെയുള്ള ഒരു കർമ്മ മേഖലയിലുള്ള വ്യക്തി ജീവിതത്തിലുള്ള അനവധി ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ തന്നെ ഈ ഒരു വർഷം ആരംഭത്തിൽ അത് മനസാന്നിധ്യം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈശ്വരാധീനം വളരെയധികം നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. ഭൂമിയുള്ളവരെ സംബന്ധിച്ചൊക്കെ അതിലൊക്കെ സമ്പത്ത് അതിലൂടെയൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണാം. കാർഷിക വിഷയങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ വളരെ കുറവാണല്ലോ. എങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ളതിലൊക്കെ ആയിരിക്കാം ഇന്നത്തെ കാലത്ത്. മറ്റ് വാണിജ്യാദി വിഷയങ്ങൾക്കൊക്കെ ഈ മകരക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. വിഷു ഫലം എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടിയുണ്ട്. ഈ കാർഷിക മേഖലയിലുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം അനുകൂലത്തിലുള്ള ഒരു വർഷവും കൂടിയാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലത്തിലാണ്. ഈ ആദ്യ ഒരു മടിയോടുകൂടി ആരംഭിച്ചാലും പിന്നീട് വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഒരു ഉത്സാഹത്തോടു കൂടി ഒരു വാശിയോടുകൂടി കുട്ടികൾ പഠനം പൂർത്തിയാക്കുന്ന ഒരു സവിശേഷത ഈ മകരക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വേണ്ടി സാധിക്കും.
എങ്കിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം അനുകൂലം തന്നെയാണ് പറയേണ്ടായി. പ്രണയ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലുള്ളവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. വളരെ നല്ല ഈശ്വരാധീനം കൊണ്ട് നിറഞ്ഞതാവട്ടെ ഈ ഒരു വർഷം പൂർണ്ണമായിട്ടും. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 3-ാം ഭാവത്തിൽ ദൈവാധീന കാരകനായി വ്യാഴം വളരെ അനുകൂലത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. 4-ാം ഭാവം 5-ാം ഭാവത്തിലൂടെയൊക്കെ ഇങ്ങനെ വ്യാഴം സഞ്ചരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതായത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇനി ഫ്യൂച്ചർ, ഭാവിയാണല്ലോ പ്രധാനമായി ഈ ജ്യോതിഷത്തിൽ പറയാം. അപ്പോൾ ഈ ഭാവി ജീവിതത്തിലേക്ക് വളരെയധികം വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷകളെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇനി ചെറുപ്പക്കാരെ സംബന്ധിച്ചൊക്കെ വളരെ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ പറയുമ്പോൾ പല ആൾക്കാരും പറയും, കൂടുതലും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം സന്തോഷമാണ്. നമ്മൾ ചെറുപ്പക്കാർ ഇതിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ചില നക്ഷത്രമൊക്കെ പറയുമ്പോൾ നല്ലത് പറയുമ്പോൾ പറയും ഇത് നമ്മളുടെ നക്ഷത്രമാണോ എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ തോന്നാറുണ്ട്. കാരണം നമ്മൾ ആ നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടായില്ല, ഇല്ലേ? നമ്മളതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ വിദ്യ ഗ്രഹിക്കണമെങ്കിൽ അതിന് ശ്രദ്ധ എന്നുള്ളൊരു ഗുണമുണ്ട്. അതുപോലെ നക്ഷത്രങ്ങൾക്ക് അനവധി ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞ് നമ്മളതിനെ വേണ്ടതിനെ സ്വീകരിക്കുകയും വേണ്ടാത്തതിനെ തള്ളാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഫലങ്ങൾ. അല്ലാതെ പൂയം നക്ഷത്രം, പുണർദം നക്ഷത്രം, അങ്ങനെ ഏതൊരു നക്ഷത്രത്തിന് പറഞ്ഞത് കണ്ടു. കാര്യം ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ആനുകൂല്യങ്ങൾ, ദൈവാധീന ഫലമുണ്ട്. നോക്കൂ, ദൈവാധീനം എന്നുള്ളത് നമ്മൾ എവിടെയും കൊടുത്തു വെച്ചിട്ടുള്ള ഒരു ഫണ്ടൊന്നുമല്ല. നമ്മളുടെ കർമ്മഫലം തന്നെയാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ നന്മയാണ്. അതിലൂടെയേ നമുക്ക് ദൈവാധീനം കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ദൈവാധീനം എന്നുള്ളത് നമുക്ക് ഇവിടെ ആർക്കും കാണാൻ പറ്റില്ല. അറിവുള്ളവരൊക്കെ അതിലാണ് ദൈവാധീനത്തെ കാണുക, നമ്മുടെ നന്മയാണ്. അപ്പോൾ നമുക്കിവിടെ അതിനൊക്കെയുള്ള എക്സസ് തുറന്ന് കിടക്കുകയാണ്. കർമ്മ മേഖലയിൽ നല്ലതുപോലെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രവർത്തിച്ചിട്ട് ആൾക്കാർക്ക് നല്ലതുപോലെ അതിനുള്ള പ്രതിഫലം കിട്ടുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നവർക്കാണ് അതിൻ്റെ അനുകൂലം. അതാണ് ദൈവാധീനം. അതുപോലെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലത്തിലാണ് അതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നത്. അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുംഭക്കൂറുകാർക്ക് വളരെയധികം ഈ ഒരു ആരംഭത്തിൽ തന്നെ അവർ പല ബിസിനസ് തുടങ്ങാനും, ഏപ്രിൽ മെയ് മാസത്തോടു കൂടി അനവധി ആൾ നമ്മളെ കണ്ടിട്ട് തന്നെ ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു വർഷം തന്നെയാണിത്. സ്വന്തമായി ഒരു കാലെടുത്ത് വെച്ച് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് പറ്റിയ ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി പറഞ്ഞല്ലോ, ഈ ഒരു വർഷം മുഴുവനായിട്ടും പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. എങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്വല്പം തടസ്സങ്ങളും ക്ലേശങ്ങളൊക്കെ ഈ ഒരു ആരംഭ കാലഘട്ടത്തിൽ, പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ അധ്യയന വർഷം വിട്ട് പുതിയൊരു മേഖലയിലേക്ക് കടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നതുപോലെ തന്നെ നീങ്ങിയാൽ മതി. എങ്കിൽ മധ്യത്തോടുകൂടി വളരെയധികം നല്ലൊരു കാലഘട്ടം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവരെ സംബന്ധിച്ചും കുംഭക്കൂറുകാർക്ക്, അനവധി ആൾക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ദാമ്പത്യ യോഗം, മംഗല്യയോഗം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രണയ ജീവിതത്തിലുള്ളവർക്കും ക്ലേശങ്ങളില്ലാതെ കണ്ട് നീങ്ങാവുന്ന ഒരു വർഷമാണ്. വർഷമധ്യത്തോടു കൂടിയിട്ട് മാനസികമായിട്ടുള്ള കുടുംബ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അതിലൊരു ശ്രദ്ധയുണ്ടാവണം. അതിലൊക്കെ വേണ്ടുന്ന ജാഗ്രത പുലർത്താൻ വേണ്ടി സാധിക്കട്ടെ. കുംഭക്കൂറുകാർക്ക് നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷ സംക്രമം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ഒരു ശുക്രൻ്റെയും ബുധൻ്റെയും ആദിത്യൻ്റെയും ഉദയം ജാതകത്തിൽ സഞ്ചാരവശാൽ കാണുന്നു. 2-ാം ഭാവത്തിലുള്ള വ്യാഴം ഇതാ 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. ചിങ്ങം കന്നി മാസത്തോടുകൂടി വളരെയധികം ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ വരുന്നതിനും സ്വത്തുവകകൾ കിട്ടുന്നതിനും ഒക്കെ വർഷമധ്യത്തിലും അവസാനത്തോടുകൂടി ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകളും ഒക്കെ ഒന്ന് ബുദ്ധിമുട്ടാക്കാം. ഇങ്ങനെ 3 കാലഘട്ടത്തിലായിക്കൊണ്ട് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണാം നമുക്ക്. എങ്കിൽ ആദ്യം തന്നെ ഈ ഒരു വൃഷവർഷ സമയം എന്നുള്ളത് ഈ ഒരു സംക്രമിച്ച ഒരു സെക്കൻഡിൻ്റെ ഒരു ഫലമാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു ഫലം എന്നുള്ളത് വളരെയധികം അനുകൂലം തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഈ ഒരു നന്മയ്ക്ക്, ഈ ഒരു ഗുണത്തിന് ഒന്നുകൂടി ഒരു ഏറ്റക്കുറച്ചിൽ ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. നന്മയുള്ളവർക്ക് ഒന്നുകൂടി നന്മ കൂടുന്നതായിട്ട് കാണാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെയധികം നന്മ നിറഞ്ഞതായിട്ട് തന്നെയാണ്. കാർഷിക വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്കും ഭൂമിയുള്ളവർക്കൊക്കെ ആനുകൂല്യങ്ങൾ അത് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനും, ശത്രു വിജയങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള അലോഹ്യങ്ങൾ തീർന്നു കിട്ടുന്നതിനും, ആ ഒരു ഐക്യതയിൽ പോകുന്നതിനൊക്കെ അതൊക്കെയാണ് ഈ ശത്രു വിജയം എന്നുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശത്രുതാഭാവത്തെ നമ്മൾ വിജയിച്ചു. അതാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക.
ക്ഷമ എന്നുള്ളതാണ് മനുഷ്യന് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാപിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കലാണ് ഈ പറഞ്ഞ വേദങ്ങളും മോക്ഷങ്ങളും ഒക്കെ അതിനുള്ളിൽ പെട്ടതാണ്. അപ്പോൾ ആ ഒരു മറ്റുള്ളവരോട് എല്ലാവരോടും പൊറുക്കാൻ സാധിക്കുക, അതൊക്കെ കൊണ്ട് മീനക്കൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നവരായിരിക്കാമല്ലോ. ആ മീനക്കൂറുകാരുടെ പൊതു സ്വഭാവമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ പൊതുവെയായിട്ട് പറയുന്നത്. അങ്ങനെയുള്ളതിലൊക്കെ ഒരു കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം കുടുംബ സ്വസ്ഥത ഈ ഒരു വർഷം കിട്ടും. ധനം ധാരാളം വന്നു ചേരുന്ന ഒരു വർഷമാണ്. സ്വർണങ്ങളും സമ്പത്തൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് സ്ത്രീജനങ്ങൾക്ക് കൂടുതലായിട്ട് യോഗങ്ങൾ അവരാണല്ലോ അത് കൂടുതൽ ഉപയോഗിക്കുക, അതിനുള്ള ഒരു ഫലങ്ങളുണ്ട്. എങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ട് സ്വന്തമായി ജോലി ചെയ്യുന്ന നിത്യനിദാനം ജോലി ചെയ്യുന്നവർക്ക് അല്പം പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ തന്നെയും നല്ലൊരു മേഖലയിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കും. അവരുദ്ദേശിച്ച ഫലം ചെയ്യുന്നതിനുള്ള ഫലത്തെ പൂർണ്ണമായി കിട്ടുന്ന ഒരു വർഷവും കൂടിയായിട്ട് മനസ്സിലാക്കാം. മറ്റ് പ്രത്യേകിച്ച് ആരോഗ്യ ക്ലേശങ്ങൾ, ശിരോരോഗം, അതോടൊപ്പം തന്നെ ഉദരരോഗങ്ങളും വാതരോഗങ്ങളും പാദരോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ ഉള്ളവരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടം. വളരെ നന്മ നിറഞ്ഞതാവട്ടെ എല്ലാവർക്കും ഈ ഒരു വിഷുവർഷം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.